ഇന്നത്തെ രാത്രി സ്പെഷ്യലി കുറച്ച് ഇറച്ചി പിടിച്ചിരുന്നു. അതേപോലെ കപ്പയുണ്ട് കേട്ടോ. കണ്ടോ, കഷ്ണം കപ്പയുണ്ട്. അപ്പോൾ മഴക്കല്ലേ, പാലക്കാട് നല്ല മഴയാണ്. അപ്പോൾ ജസ്റ്റ് വെറൈറ്റി ഫുഡാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് ആദ്യം പൂളയും ചിക്കനും നന്നാക്കിയെടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ സ്പെഷ്യലായിട്ട് ഇതാ പോയി കാല് പറഞ്ഞു വെട്ടിന് കേട്ടാ. കണ്ടാ, ജസ്റ്റ് ഒന്ന് കടിച്ചു വലിക്കാൻ വേണ്ടിയിട്ട്. കണ്ടാ. അപ്പോൾ എന്തായാലും നമുക്കിത് ചിക്കൻ കഴുകിയെടുക്കുകയും ചെയ്യാം, പൂള നന്നാക്കുകയും ചെയ്യാം. പിന്നെ ഞങ്ങളിതിന് പൂളാന്നിട്ടാണ് പറയുക, ചില നാട്ടിൽ കപ്പ എന്നാണ് പറയുക. അപ്പോൾ പൂളാന്ന് പറഞ്ഞാൽ അറിയാത്ത ആൾക്കാർക്ക് വേണ്ടി പറഞ്ഞാണ്. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ വീണ്ടും വീണ്ടും പറയുകയാണ്, പരമാവധി നമ്മൾ സപ്പോർട്ട് ചെയ്യുക, വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ടിരുന്ന് കാണുക. തോല് കളയാം, കത്തിയോണ്ട് ഇങ്ങനെ കൊത്തിയിട്ടേ മെല്ലെ മെല്ലെ ഇങ്ങനെ കീറി കീറി എടുക്കുക. ഇങ്ങനെയാണ് ഞങ്ങളൊക്കെ ചെയ്യുക. ഓരോരുത്തർ വേറെ ഐറ്റംസൊക്കെ ഉണ്ടാവും. ഇനി ഇതേപോലെ കപ്പ ഇങ്ങനെ കൊത്തി കൊത്തിയിട്ട് കഷ്ണം കഷ്ണമാക്കിയിട്ട് കഴുകണം. കപ്പ കൊത്തി നോക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ കപ്പ നന്നായിട്ട് കഴുകൽ കഴിഞ്ഞിട്ടുണ്ട്. ഞങ്ങളിതാ കുടുക്കല വയ്ക്കാൻ പോകുന്നത്. ചിലവരൊക്കെ കുക്കറിൽ വയ്ക്കുക, ഞങ്ങൾ സാധാ വിറകടുപ്പിൽ കുടുക്കല വയ്ക്കുന്നത്. അതുകൊണ്ട് ഈ വിളക്ക് ഇതൊക്കെ ഇപ്പോൾ കാണാൻ കിട്ടുന്ന സംശയമാണ്. ചിമ്മിനി വിളക്കാണ്. ഇതൊക്കെ ആരുടെടുത്തൊക്കെ ഉള്ളത് വെച്ചാൽ അവരൊന്നും കമൻറ്റ് ചെയ്തിട്ടാ, ഒന്നും ഇപ്പോൾ കാണാൻ തന്നെ കിട്ടില്ല. പൂള അങ്ങനെ അടുപ്പത്ത് വെച്ചിരുന്നു. ഇനി പോയിട്ട് നമുക്ക് ചിക്കൻ കഴുകാം. ചിക്കൻ അങ്ങനെ നന്നായിട്ട് വൃത്തിയിൽ കഴുകുന്നു. ഇനി നമുക്ക് ആദ്യം ചിക്കൻ വെക്കാം. പൂള അവിടെ വേവുണ്ടല്ലോ, എവിടെ ഉള്ളി തക്കാളി ഇഞ്ചി മുളക് വെളുത്തുള്ളി ഒക്കെ സെറ്റ്. അങ്ങനെ ചട്ടി നന്നായി ചൂടായി വന്നതിൽ എണ്ണ ഒഴിച്ചു. പിന്നെ നമ്മുടെ വാട്ടാനുള്ള ഉള്ളി പച്ചമുളക് ഇട്ടിട്ട് ആദ്യം വാട്ടാം. ഉള്ളി മുളകും മാടിയേക്ക് തക്കാളി ഇട്ടു. ഇനി അതും കൂടി കൂടിയിട്ട് വാട്ടണം. ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതും ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി വാട്ടി. ഇനി നമ്മുടെ പൊടികളുണ്ടാകും: മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, ചിക്കൻ മസാല, 2 ഇതിൽ കറിവേപ്പിൻ്റെ ഇല, ഈ ചിക്കന് ആവശ്യത്തിന് വെള്ളം. ലാസ്റ്റ് ഇതാ നമ്മുടെ ഈ ഉപ്പും കൂടി ഇട്ട ഗ്രേവി സെറ്റ്. ഇനി നമുക്ക് നമ്മുടെ കഴുകി വെച്ച ചിക്കല്ലേ ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഗ്രേവി കൂടെ പാനച്ചിട്ട് കുറച്ചേരം ഒന്ന് മൂടി വയ്ക്കുക. പുറത്തെന്താ താമറച്ചിട്ടാ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. എന്താ മഴയൊക്കെ നോക്കിന്നപ്പത്തിന് പൂളൊക്കെ അടുപ്പ് നിറക്കലേ കഴിഞ്ഞു. അങ്ങനെ ചിക്കനൊക്കെ ഏകദേശം ആയി തുടങ്ങി കിട്ടോ. ആഹാ, നല്ല മണം. എന്താ ഇനി നമ്മുടെ പരിപാടി തുടങ്ങാം. എന്ത്, നമ്മുടെ ഫുഡിങ്ങേ ഇപ്പോൾ പോവല്ലേ. വാ, പൂള നമുക്ക് ആദ്യം പ്ലേറ്റിൽ ഇടാം. പിന്നെ നമ്മുടെ ചിക്കൻ കറി അത് 2 കയ്യിലിട്ടു. അതിൻ്റെ ചന്തത്തിന് ഉള്ളി പച്ചമുളക്. ആഹാ, അങ്ങനെ ഇന്നത്തെ നൈറ്റിലെ ഫുഡ് സെറ്റായിരുന്നു. പൂളൻ ചിക്കൻ കറി. എന്നിട്ട് നമ്മുടെ സെപ്പറേറ്റ് ചിക്കൻ കാല് ഞാൻ പറഞ്ഞില്ലേ, ഇതിങ്ങനെ കടിച്ച് വലിക്കാൻ വേണ്ടിയിട്ടാ ഇത് പറഞ്ഞ് വെട്ടിച്ച് അടുപ്പത്ത് നിന്ന് ഇറക്കിയപ്പോൾ തന്നെ തിന്നോണ്ടേ. വമ്പ ചൂടിച്ചാലും പോരാ, തൊള്ളയൊക്കെ പൊള്ളി. ഞാനും കുഴപ്പമില്ല, അടിച്ച് മിന്നെ ഞാൻ വിട്ടില്ലാച്ചിട്ട് തന്നെയാണ്. സംഗതി അടിപൊളിയാണ്. പൂളൻ ചിക്കൻ കറി നൈറ്റ് ഒരു ഭക്ഷണം, വെറൈറ്റി. പുറത്ത് മഴ, പൂളൻ ചിക്കനും അടിപൊളിയാണ്. സംഗതി സാറാണ്. അപ്പം ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ഇട്ട് വരുന്നതായിരിക്കും. ബൈ.